എറണാകുളം അങ്കമാലി അർബൻ ബാങ്കിൽ കോടികളുടെ തിരിമറിയെന്ന പരാതി. ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്ന് വെട്ടിപ്പ് നടത്തിയെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. മരിച്ചുപോയവരുടെ പേരിൽ പോലും ബാങ്കിൽ നിന്ന് വ്യാജ ലോൺ അനുവദിച്ചു. വായ്പയെടുക്കാത്തവർക്ക് വായ്പ തിരിച്ചടയ്ക്കണമെന്ന നോട്ടീസുമുണ്ട്. ഈ വർഷം മാർച്ച് മാസത്തിൽ എടുത്തിരിക്കണേ 25 ലക്ഷം രൂപ. 3 വർഷം മുമ്പ് മരിച്ച അമ്മായിമ്മയുടെ പേരിൽ എടുത്തിരിക്കുന്ന ലോൺ. എങ്ങനെ സഹിക്കും? ഞാൻ ഈ പൈസ അടിച്ചില്ലെങ്കിൽ ഇവരെങ്ങനെയും വാങ്ങിക്കും പൈസ. വ്യാജമായിട്ട് വന്നിരിക്കണം. 4 ലോൺ ഞാൻ എങ്ങനെ അടിക്കും? എനിക്കൊരു പണി കാര്യങ്ങളില്ല. ആത്മഹത്യ ഉണ്ടായിട്ട് വരും ഞാൻ. ഇത് അങ്കമാലി സ്വദേശി കുഞ്ഞുമോന്റെ മരിച്ചുപോയ ഭാര്യ മാതാവ് മേരിക്കുട്ടിയുടെ പേരിലും വിദേശത്തുള്ള മകളുടെ പേരിലും മറ്റാർക്കോ വ്യാജമായി അങ്കമാലി അർബൻ ബാങ്ക് വായ്പ അനുവദിച്ചിരിക്കുന്നു. വായ്പ തിരിച്ചടയ്ക്കണമെന്ന് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചു. ഇരുവരുടെയും പേരിൽ മറ്റാർക്കോ അനുവദിച്ചിരിക്കുന്നത് 50 ലക്ഷം രൂപ. കുഞ്ഞുമോൻ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ നൽകുന്നില്ലെന്നും പരാതിപ്പെടുന്നു. 10 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ളു. പക്ഷേ ആ ഇട്ടിരിക്കുന്ന പൈസ എന്തെങ്കിലും തന്നെ എനിക്ക് 50,000 വന്നാൽ മതി. 5,000 പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തൊരു കേസ്? ഇത് അങ്കമാലി പീച്ചാനിക്കാട് എന്ന സ്ഥലം. ഒരു കുടുംബത്തിലെ 5 പേരുടെയും പേരിൽ അങ്കമാലി അർബൻ ബാങ്ക് വ്യാജ വായ്പ അനുവദിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ബാങ്ക് ഏതാന്ന്, അർബൻ ബാങ്ക് ഏതാന്ന് അറിയില്ല. പിന്നെ എൻ്റെ മോൻ്റെ പേരിലുണ്ട്, എൻ്റെ പേരിലുണ്ട്, അപ്പച്ചൻ്റെ പേരിലുണ്ട്, എൻ്റെ മോക്കടെ പേരിലുണ്ട്, അനിയൻ്റെ പേരിലുണ്ട്. 1.25 കോടി രൂപയുടെ വന്നിട്ട് ഇതിൽ ഇട്ട് വെച്ചേക്കണ ഒപ്പുകളൊക്കെ വ്യാജ ഒപ്പുകളാണ്. പീച്ചാനിക്കാട് പ്രദേശത്തെ 400 പേരുടെ പേരിലാണ് അർബൻ ബാങ്ക് ഇതുപോലെ വ്യാജ വായ്പകൾ അനുവദിച്ചിരിക്കുന്നത്. പലരും ബാങ്ക് കണ്ടിട്ട് പോലുമില്ലാത്തവർ. ബാങ്കിൽ പണം നിക്ഷേപിച്ചവരും നെട്ടോട്ടത്തിലാണ്. ഈ ബാങ്ക് കാലങ്ങളായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണ്. 534 പേർക്ക് 102 കോടി രൂപ ലോൺ കൊടുത്തിരിക്കുകയാണ്. ജെന്യൂനായിട്ടുള്ളത് ഒരു 20 കോടി ഉള്ളൂ. ബാക്കി 80 കോടി 88 കോടിയും തട്ടിപ്പ് ലോണുകളാണ്. വിശദമായ അന്വേഷണമുണ്ടായാൽ കോടികളുടെ തട്ടിപ്പ് പുറത്തു വരുമെന്ന് നിക്ഷേപകർ പറയുന്നു. അങ്കമാലി അർബൻ ബാങ്കിലെ വ്യാജ ലോൺ തട്ടിപ്പിന്റെ ആഴവും പരപ്പും ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. പാവങ്ങളുടെ മേൽവിലാസവും വ്യാജ ഒപ്പും ഉപയോഗിച്ച് കോടികളാണ് വമ്പന്മാർ തട്ടിയിട്ടുള്ളത്. ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് പോകാനാണ് തട്ടിപ്പിന് ഇരയായവരുടെയും നിക്ഷേപകരുടെയും തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് വിജീഷിനൊപ്പം റിപ്പോർട്ടർ ആൽവിൻ തോമസ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.